എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 90 ശ്ലോകം 26 മുതൽ 34 വരെ 9 ശ്ലോകങ്ങൾ. ഇങ്ങനെ പരമപ്രേമം ശ്രീകൃഷ്ണനിൽ അർപ്പിച്ചുകൊണ്ടിരുന്ന ഭഗവാന്റെ സമ്പർക്കം കൊണ്ട് ഗാർഹസ്ഥ്യ ജീവിതത്തില് ഏറ്റവും ആനന്ദം അനുഭവിച്ചുകൊണ്ടിരുന്ന കൃഷ്ണപത്നിമാര് പരമഗതി പ്രാപിച്ചു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. അതിലൊട്ടും അത്ഭുതമില്ല എന്ന് പറയാണ്. അവർക്ക് ഇതിനെ ഒട്ടും ആശ്ചര്യപ്പെടാനില്ല. അതാണ് അടുത്ത ശ്ലോകങ്ങളിൽ വർണ്ണിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 26. ശ്രുതമാത്രോപി യസ്ത്രീണാം പ്രസഹ്യാകർഷതേ മനഃ ഉരുഗായോരുഗീതോ വാ പശ്യന്തീനാം കുതഃ. ആ സ്ത്രീകൾക്ക് പരമഗതി ലഭിച്ചതിൽ ആശ്ചര്യമില്ല എന്ന് ഉറപ്പിക്കണം. ശ്രീകൃഷ്ണ ഭഗവാൻ മനോഹരമായിട്ട് അനേകം ഗീതങ്ങൾ പാടും. ഭക്തന്മാരോ പലതരത്തിലുള്ള കീർത്തനങ്ങളെ കൊണ്ട് മധുരമായിട്ട് ഭഗവാനെ കീർത്തിക്കും. അങ്ങനെയുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേൾക്കുന്നത് കൊണ്ട് തന്നെ സ്ത്രീകളുടെ മനസ്സ് ഭഗവാനിൽ അങ്ങോട്ട് പ്രവേശിക്കും. എനിക്ക് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ ഭർത്താവായി ലഭിച്ചെങ്കിൽ ആ ഭഗവാനിൽ അടിയുറച്ച ഭക്തി എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. എല്ലാവരാലും ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നത് ആരാ? ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയാണ് അല്ലെ, സ്ത്രീകളില്. അപ്പോ അങ്ങനെ ഇരിക്കെ സദാ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ശ്രീകൃഷ്ണ പത്നിമാരുടെ മനസ്സ് എപ്പോഴും ശ്രീകൃഷ്ണനെ തന്നെ സ്ഥിരമായി ഭവിച്ചതിൽ ആശ്ചര്യമുണ്ടോ? അങ്ങനെ അവർക്ക് പരമഗതി ലഭിച്ചതും അതിലൊട്ടും അതിശയമില്ല എന്ന് പറയുന്നു. യാ സംവര്യചരൻ പ്രേംണ പാദസംവാഹനാദിഭി ജഗദ്ഗുരും ഭർതൃബുദ്ധ്യാ താസാം കിം വർണ്യതേ തപ. അതുകൊണ്ട് ആ സ്ത്രീകൾ തന്നെയാണ് ധന്യകള്. ഏതേതു സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരെ ശ്രീകൃഷ്ണനാണെന്നുള്ള ഭാവത്തോടുകൂടി പ്രേമപൂർവം പാദസ്പർശനാദികൾ കൊണ്ട് ശുശ്രൂഷിക്കുന്നുവോ അവർക്കും കൂടി പാതിവൃത്യ മഹിമയാൽ പരമഗതി ലഭിക്കണം. അപ്പൊ ഇവരാകട്ടെ സാക്ഷാൽ ജഗദ്ഗുരുവായ ശ്രീകൃഷ്ണനെ തന്നെ പ്രത്യക്ഷ ഭർത്താവായിട്ട് പ്രാപിച്ച് പാദസംവാഹനാദി ശുശ്രൂഷകള് അതിപ്രേമത്തോടുകൂടി ചെയ്തു. അവരുടെ എന്തൊരു തപസ്സാണ് അവര് ചെയ്തത്! എത്ര ധന്യമാണ് അവരുടെ ജീവിതം അല്ലെ! അവരുടെ ഈ തപസ്സിന്റെ ഫലം എങ്ങനെയാ വർണ്ണിക്കുക എന്ന് പറയുന്നു. ഏവം വേദോദിതം ധർമ്മമനുതിഷ്ഠൻ സദാം ഗതി ഗൃഹം ധർമാർത്ഥകാമാനാം മുഹുശ്ചാദർശയത് പദം. എന്തിനു വേണ്ടിയിട്ടായി ഭഗവാൻ ഈ ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിച്ചത് എന്ന് പറയുന്നു. ഇങ്ങനെ വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്ന ഗൃഹസ്ഥധർമ്മം യഥാക്രമം അനുഷ്ഠിച്ച ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാനുള്ള സ്ഥാനമാണ് ഗൃഹസ്ഥാശ്രമം എന്ന് തന്റെ അനുഷ്ഠാനത്തിൽ കൂടി അന്യർക്ക് കാണിച്ചു കൊടുക്കും. എല്ലാവർക്കും അനുഷ്ഠിക്കാൻ പാകത്തിന്. അതാണ് ഇങ്ങനെയാണ് വേണ്ടത്, ഗൃഹസ്ഥാശ്രമം അനുഷ്ഠിക്കേണ്ടതെന്ന് പലവട്ടം അന്യർക്ക് ഉപദേശിച്ചു. ആസ്ഥിതസ്യ പരം ധർമ്മം കൃഷ്ണസ്യ ഗൃഹമേധിനാം ആസൻ ഷോഡശസാഹസ്രം മഹിഷ്യശ്ച സദാധികം. ഭഗവാന്റെ പുത്രന്മാരായിട്ടുള്ള യാദവന്മാരുടെയും ഗൃഹസ്ഥധർമ്മം ചുരുക്കമായിട്ട് പറയാൻ വേണ്ടി ഭഗവാന്റെ സന്താന ആധിക്യത്തെ പ്രകാശിപ്പിക്കാനായിട്ട് സംഗ്രഹിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഗൃഹസ്ഥാശ്രമികളെ അനുഷ്ഠിക്കേണ്ട പരമധർമ്മം ഇങ്ങനെ വേണ്ട പോലെ അനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ശ്രീകൃഷ്ണ ഭഗവാന് 16,100 സ്ത്രീകള് സാധാരണ ഭാര്യമാരുടെ നിലയിൽ ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 8 പേര് ആ പട്ടമഹിഷികളാണ്. സാധാരണ ഭാര്യമാര് 16,100 പേര്. താസാം സ്ത്രീരത്നഭൂതാനാം അഷ്ടൗയാ പ്രാഗുദാഹൃദാ രുക്മിണീ പ്രമുഖാ രാജൻ തൽപുത്രാംശ്ചാനുപൂർവശ.
ഈ 16,100 പേരും ഒരുപോലെ സൗഭാഗ്യാദി ലക്ഷണയുക്തകളായ സ്ത്രീരത്നങ്ങളാണ്. ഇവരെ കൂടാതെയുള്ള രുക്മിണി മുതലായ 8 പേരെയും അവരുടെ പുത്രന്മാരെയും കുറിച്ച് ഹേ രാജാവേ, മുമ്പ് തന്നെ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരോടുകൂടി 16,108 ഭാര്യമാര് ശ്രീകൃഷ്ണനുണ്ടായിരുന്നു എന്ന് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി പരീക്ഷിത്തു മഹാരാജാവിനോട്. ഏകൈകസ്യാം ദശ കൃഷ്ണോ ജീജനദാത്മജാൻ യാവത്യാത്മനോ ഭാര്യ അമോഘഗതിരീശ്വര. സാമാന്യമായിട്ട് പറയണു കൃഷ്ണൻ ഭഗവാന്റെ സന്തതികളെ കുറിച്ച്. ദശാസ്യാം പുത്രാനാഥേഹി, ഇവളിൽ 10 പുത്രന്മാരെ ആധാനം ചെയ്താലും, അതാണ് ശ്രുതിയിൽ പറയണത്. അത് ഭഗവാന്റെ വാക്കാണല്ലോ. അപ്പോ ആ വാക്കിനെ ഗൃഹസ്ഥധർമ്മം അനുഷ്ഠിക്കുന്ന ഭഗവാൻ സഫലമാക്കണം എന്ന് ഭഗവാൻ തന്നെ നിശ്ചയിച്ചു. അത് മാത്രല്ല, സന്താനാർത്ഥായ വിധയെ, സന്താനത്തിന് വേണ്ടിയിട്ടാണ് സ്ത്രീ പുരുഷ സംയോഗം എന്നും വേദത്തിൽ നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് 16,108 ഭാര്യമാരിലും ഓരോരുത്തിയിലും 10 പുത്രന്മാരും വീതം ഭഗവാനുണ്ടായി. എല്ലാവരിലും കൂടി 1,61,080 പുത്രന്മാരെ ജനിപ്പിച്ചു. ഈ മാതിരി സന്താന ആധാനം യോഗികൾക്ക് കൂടി സാധ്യമാണെന്ന് യോഗ സിദ്ധാന്തം ഉള്ളതുകൊണ്ട് യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ലീലയിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. തേഷാമുദ്ദാമ വീര്യാണാം 18 മഹാരഥ ആസൻ ഉദാരയശസ തേഷാം നാമാനി മേ ശൃണു. ഏറ്റവും പരാക്രമത്തോടു കൂടിയ ശ്രീകൃഷ്ണപുത്രന്മാരുടെയും പൗത്രന്മാരുടെയും കൂട്ടത്തിൽ വെച്ച് 18 പേര്. അവര് മഹത്തായ കീർത്തി ഉണ്ടാവാൻ തക്ക സൽക്കർമ്മങ്ങളിൽ താല്പര്യമുള്ള മഹാരഥന്മാരായിട്ട് ഭവിച്ചു. അവരുടെ പേര് ഞാൻ പറയാം, കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് പറയാണ്. പ്രദ്യുമ്നശ്ച അനിരുദ്ധശ്ച ദീപ്തിമാൻ ഭാനുരേവച സാംബോ മധുർബൃഹൽ ഭാനു ചിത്രഭാനുർമൃഗോരുണ പുഷ്കരോ വേദബാഹുശ്ച ശ്രുതദേവ സുനന്ദന ചിത്രബാഹുർവിരൂപശ്ച കവി ന്യഗ്രോധയേവച. അങ്ങനെ പ്രദ്യുമ്നൻ, അനിരുദ്ധൻ, ദീപ്തിമാൻ, ഭാനു, സാമ്പൻ, മധു, ബൃഹദ്ഭാനു, ചിത്രഭാനു, വൃഗൻ, അരുണൻ, പുഷ്കരൻ, വേദബാഹു, ശ്രുതദേവൻ, സുനന്ദൻ, ചിത്രബാഹു, വിരൂപൻ, കവി, ന്യഗ്രോധൻ, ഇങ്ങനെ 18 പേരാണ് മഹാരഥന്മാരായിട്ടുള്ള ഭഗവാന്റെ പുത്രന്മാര് പറഞ്ഞു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.